ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാ മാന്യ ദൈവമക്കൾക്കും കർത്താവിൻ്റെ അഭിഷിക്തന്മാർക്കും ദൂരത്തിരുന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാ മാന്യ പ്രിയപ്പെട്ടവർക്കും ഇതിന് ശേഷമായിട്ട് ആരെങ്കിലും ഇത് കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നെങ്കിൽ അവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഈ മധ്യാഹ്ന സന്ദർഭത്തിൽ വന്ദനം ചൊല്ലുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ദൈവം നമ്മെ സൂക്ഷിച്ചു. ജാഗരിപ്പാൻ, പ്രാർത്ഥിപ്പാൻ, ഉപവസിപ്പാനൊക്കെ ദൈവം കൃപ നൽകി. അതിൻ്റെ തലയാഴ്ചയിലും ഉപവസിച്ച് പ്രാർത്ഥിപ്പാൻ ദൈവം കൃപ നൽകി. അതിൻ്റെ തലയാഴ്ചയിലും ഉപവസിച്ച് പ്രാർത്ഥിപ്പാൻ ദൈവം കൃപ നൽകി. അതിന് മുൻപും ഉപവസിച്ച് പ്രാർത്ഥിപ്പാൻ 3-4 ആഴ്ചയായിട്ട് ഉപവാസവും പ്രാർത്ഥനയും പല വീടുകളിലായിട്ടും എളിയവർ വാർത്തെടുത്തുമൊക്കെ തുടർമാനമായിട്ട് നടത്തുവാൻ ദൈവം കൃപ നൽകി. ആ പ്രാർത്ഥനകളിൽ, ഉപവാസ യോഗങ്ങളിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് പിന്നെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് ഈ തരുണത്തിൽ വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലെ ഉപവാസ സമയങ്ങളിൽ വായിച്ച ഒരു വാക്യമുണ്ട്. ആ വാക്യം ഒരിക്കൽ കൂടി വായിച്ച് സഹായിക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. ഓർമ്മയുള്ള ദൈവമക്കൾ ആ വാക്യം വായിച്ച് സഹായിച്ചാട്ടെ. മൈക്കിൽ കൂടെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ഒന്നുമല്ല. അപ്പോൾ അബ്ശാലോമും അതൊന്നുമല്ല. വാക്യം ഇങ്ങോട്ട് മൈക്ക് കൊടുത്തേ. അതെ, ഈ വാക്യമൊക്കെ വായിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിലും പിന്നെ വേറെ വിഷയങ്ങളിൽ ഇടപെടുന്നത് കൊണ്ടാണ് ഇത് വിട്ടുപോകുന്നത്. അല്ല, അവിടെ നിൽക്കാൻ പറയാം. വാക്യമൊക്കെ വായിക്കുന്നുണ്ട് പലരും. ആത്മാവിൽ നിറയുന്നുമുണ്ട്. അത് കഴിഞ്ഞേച്ച് പല കേസിനകത്ത് ഇടപെടുന്നത് കൊണ്ട് ഇത് പിന്നെ വിട്ടുപോകുന്നതാ. തങ്കച്ചാൻ അങ്ങനെ ഇടപെടാത്ത കൊണ്ട് കൃത്യം ഓർത്ത് വായിച്ചു. യഹോവയാൽ സംഭവിച്ചു. ഇത് യഹോവയാൽ സംഭവിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. എത്ര നാൾ ചതിച്ചു കൊള്ളും പിശാചി ലോകം, എത്ര നാൾ ഭരിച്ചു കൊള്ളും. എത്ര നാൾ ചതിച്ചു കൊള്ളും പിശാചി ലോകം, എത്ര നാൾ ഭരിച്ചു കൊള്ളും. എത്ര നാൾ അപവാദങ്ങൾ ശുദ്ധിമാന്മാരുടെ എത്ര നാൾ പറഞ്ഞും കൊള്ളും അപവാദങ്ങൾ ശുദ്ധിമാന്മാരുടെ മേലും. എത്ര നാൾ പറഞ്ഞും കൊള്ളും അപവാദങ്ങൾ ശുദ്ധിമാന്മാരുടെ മേലും. അപവാദങ്ങൾ ശുദ്ധിമാന്മാരുടെ മേലും. കർത്താവേ നോക്കിക്കാനാം പ്രാർത്ഥനത്തിൻ ദുരിതം. കർത്താവേ നോക്കിക്കാനാം
ദുഃഖം നീ നോക്കുന്നില്ലയോ, എന്റെ വിലാപ ശബ്ദം നീ കേൾക്കുന്നില്ലയോ. ദുഃഖം നീ നോക്കുന്നില്ലയോ, എന്റെ വിലാപ ശബ്ദം നീ കേൾക്കുന്നില്ലയോ. ദുഃഖം നീ നോക്കുന്നില്ലയോ, എന്റെ വിലാപ ശബ്ദം നീ കേൾക്കുന്നില്ലയോ. തക്കം നീ നോക്കുന്നില്ലയോ, തക്കം നീ നോക്കുന്നില്ലയോ, പിശാചന്മാനം വെക്കം ഹാനിപ്പാനയ്യോ. തൃക്കണ്ണാലെന്നെ നോക്കി ദുരിതങ്ങളാകെ പോക്കി. തൃക്കണ്ണ എന്നെ നോക്കി ദുരിതങ്ങളാകെ പോക്കി. തൃക്കണ്ണ എന്നെ നോക്കി ദുരിതങ്ങളാകെ പോക്കി. തൃക്കണ്ണ എന്നെ നോക്കി ദുരിതങ്ങളാകെ പോക്കി. തൃക്കണ്ണാലെന്നെ നോക്കി ദുരിതങ്ങളാകെ പോക്കി. തൃക്കണ്ണ എന്നെ നോക്കി ദുരിതങ്ങളാകെ പോക്കി. വെക്കം നീ മണവാട്ടി ആക്കിക്കൊള്ളുവാൻ പ്രിയ. വെക്കം നീ മണവാട്ടി ആക്കിക്കൊള്ളുവാൻ പ്രിയ. കാന്താതാമസം എന്താകോ ആകോ. കാന്താതാമസം എന്താകോ. കാന്താതാമസം ഓ കാന്താതാമസം എന്താകോ വന്നിടാനേയോ. കാന്താതാമസം എന്താകോ. കാന്താതാമസം എന്താകോ വന്നിടാനേയോ. കാന്താതാമസം എന്താകോ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. വായിച്ച തിരുവെടുത്ത് വളരെ പരിചിതമായ വാക്യമാണ്. കഴിഞ്ഞ 1-2 യോഗങ്ങളിൽ ഈ കുറുവാക്യം വായിച്ച് ചില കാര്യങ്ങൾ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകി. തങ്കച്ചായൻ ഒന്നുകൂടെ ആ വാക്യം വായിച്ച് സഹായിക്കണം. 118 സങ്കീർത്തനം അതിന്റെ 23 തിരുവെടുത്താണ്. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. അത് തന്നെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ആശ്ചര്യമായിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു. ഇന്നലെ എല്ലാം ഓർപ്പിച്ചതുപോലെ ഏതാനും പറഞ്ഞ
ദാവീദ് അവിടെ ഓർപ്പിച്ചത് അതിന്റെ തൊട്ട് മേളിലൊരു വാക്യമുണ്ട്, ആ തള്ളിക്കളഞ്ഞ ആ കല്ല്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ല. അത് യഹോവയാൽ സംഭവിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. തൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചല്ലോ. ഒന്ന്, എല്ലാവരും കൂടെ ചേർന്ന് പുള്ളിയെ അങ്ങ് വളഞ്ഞു. ആരെയാ? 11 ഇതൊക്കെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ, എന്നാലും ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേച്ചേ, മുമ്പോട്ട് പോകാം. വായിച്ചേ. ആരും ഇല്ലയോ വായിക്കാൻ? അവരെന്നെ അങ്ങോട്ട് മൈക്ക് കൊടുത്ത് റോസിലാൻ്റെ ഇടയിലോട്ടും സാറയുടെ ഇടയിലോട്ടും കൊടുത്തു. രണ്ടുപേരും കൊടുത്തു. വായിക്കരുത്. ആദ്യം ഒരാളൊരു വാക്യം വായിക്കണം, അടുത്ത വാക്യം വേറൊരാൾ വായിക്കണം. ഒരു മൈക്ക് കൂടെ കൊടുത്തു. 2 ഉണ്ടല്ലോ. പിന്നെ അങ്കച്ചാൻ ഞാൻ പിന്നെ ഒരു വാക്യം തരാം. അവർ പെണ്ണുങ്ങൾ കയറി വായിക്കുക. റോസിലാൻ്റെ ഒന്നുകൂടെ വായിച്ചേ. അവരെന്നെ വളഞ്ഞു. ആരാ? അല്ല, അവിടെ എനിക്ക് ആരാ? അതാരൊക്കെയാന്ന് ദാവീദിന് നല്ല തിട്ടമുണ്ട്. പക്ഷെ അവിടെ പേരൊന്നും പറ. അവരെന്നെ വളഞ്ഞു. ദാവീദ് പാടുക, അവരെന്നെ. അല്ല, ആരൊക്കെയാണെന്ന് ദാവീദിന് നല്ല തിട്ടവാ. ഇതിനോട് ബന്ധപ്പെട്ട് ഞാനും പറയാ, അവരെന്നെ വളഞ്ഞു. ആരൊക്കെയാന്ന് എനിക്കും തിട്ടമുണ്ട്. പിന്നെയും പറയാം, അതെ, അവരെന്നെ വളഞ്ഞു. അവരെന്നെ എടാ, എന്നാ ഒന്ന് വളഞ്ഞേച്ചങ്ങ് പോകണ്ടേ? പിന്നെയും കയറി വളയുക. ഞാൻ ഇന്ന് ഇച്ചിരി കാര്യം പറയാൻ തന്നെ ഇരിക്കുന്നത്. ഇന്നത്തെ യോഗം ചിലപ്പം മുൻപോട്ട് പോകാൻ സാധ്യതയുണ്ട്. ആർക്കെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ 1:45 പോകാം. അല്ലാത്തവര് ഇവിടെ കുറച്ചു നേരം കൂടി ഇരിക്കേണ്ടി വരും. ഇത് നിങ്ങൾക്കെല്ലാം ക്ലിയർ ആകുന്നുണ്ടോ? പുറകിരിക്കുന്നവർക്ക് ഉണ്ട്. ഓൺലൈനിൽ ഇരിക്കുന്നവർക്ക് ഇത് ക്ലിയർ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മെസ്സേജ് അയച്ചേര്, ക്ലിയർ ആകുന്നുണ്ടെന്ന്. ഇപ്പൊ കേൾക്കുന്നവര് ആരെങ്കിലും ഉണ്ടോ? കേൾക്കാം എന്ന് ഉണ്ടെങ്കിൽ അവര് ഒന്ന് അറിയിക്കുന്നത് നല്ലതാ. അപ്പൊ ചുമതലപ്പെട്ടവര് അതിന്റെ ക്രമീകരണം ചെയ്യും. അവരെന്നെ വളഞ്ഞു. എന്താ വിഷയം പാസ്? എന്നിട്ട് കൂട്ടാൻ പറഞ്ഞാന്നോ? അതാ ഞാൻ വന്നപ്പം മുതൽ അതാ പറഞ്ഞോണ്ടിരിക്കുന്നത്. ക്ലിയർ ആണോ? ഇനി എൻ്റെ പൊന്നച്ച ഒന്നും ചെയ്യരുത്. അവരെന്നെ വളഞ്ഞു. എന്നിട്ട് പറയുകയാ, അത് ഒന്നുകൂടെ പറയാം. അതെ, തെറ്റിയിട്ടൊന്നുമില്ല. അവർ തന്നെ എന്നെ വളഞ്ഞത്. അവരെന്നെ വളഞ്ഞെന്നങ്ങ് പറഞ്ഞാൽ ഓർക്ക് അത് നിങ്ങൾ വളഞ്ഞ ചങ്ങ് പോയി. എന്നിട്ട് പിന്നെ അതെ എനിക്ക് തെറ്റിയിട്ടൊന്നുമില്ല. ദാവീദിന് തെറ്റിയിട്ടില്ല, കാവാലത്തിനും തെറ്റിയിട്ടില്ല. സ്തോത്രം. 10-ാം വാക്യം മൈക്ക് തന്നായിരുന്നല്ലോ. സകല ജാതികളും എന്നെ ചുറ്റി വളഞ്ഞു. പിന്നെ മുമ്പേ എന്നെ മൈക്ക് കൂടെ വായിക്കാഞ്ഞേ? ഇവിടെ ആയിരുന്നു. സകല ജാതികളും എന്നെ ചുറ്റി വളഞ്ഞു. അതാ, ജാതികളെല്ലാം കൂടെ ചുറ്റി വളയുക. ഇവരെ കുറച്ച് പേര് വളഞ്ഞു. അത് പോരാഞ്ഞിട്ടിപ്പം ജാതികള്. ഞാന് ഇന്നലെ ഒരു യാത്ര അങ്ങോട്ട് പോയപ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ തന്നെ ആയിരിക്കുന്നത്. ഇനിയിപ്പം ഇത് മാറ്റാനൊന്നും പോകുന്നില്ല. ഇത് മാറ്റാനൊന്നും പോകുന്നില്ല. എനിക്ക് കുറച്ചുകൂടെ മേടിക്കണം.
അപ്പം ഞാൻ ഇന്നലെ അങ്ങോട്ട് യാത്ര പോയപ്പം ഇപ്പുറത്തെ സീറ്റിരിക്കുന്ന അപ്പുറേ സഹോദരൻ വണ്ടി ഓടിക്കുന്നു. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ വണ്ടി സ്ലോ ചെയ്തു. അപ്പോൾ കടയിൽ നിന്ന വേറൊരു സഹോദരൻ എന്നെ കണ്ടു. എന്നെ കണ്ട ഉടനെ പുള്ളി രോക്ഷാകുലനായിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. എന്നെ നോക്കിക്കൊണ്ട് കാർക്കിച്ചൊരു തുപ്പ്. എന്നെ വണ്ടിയോലോട്ടല്ല തുപ്പിയത്, എന്നെ കണ്ട് കാർക്കിച്ച് നിലത്തോട്ടൊരു തുപ്പ്. ഞാൻ ഒരു സ്തോത്രം അങ്ങ് പറഞ്ഞു. ഇപ്പൊ ഈ ദിവസങ്ങളെല്ലാം ഞാൻ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. സ്തോത്രം. ജാതികൾ എന്നെ വളയുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നീ ഉലകത്തിൽ വസിക്കുവാൻ ഗതിയില്ലാത്ത ഗതി ഞാൻ, ഇണയില്ല കൂറും പ്രാവു പോലെ രാപ്പകൽ ഞരങ്ങുന്നു സൂര്യലോക ചേരുവാൻ നാഥാ, ഞരങ്ങുന്നു സൂര്യലോക ചേരുവാൻ. ഇനി ഉലകത്തിൽ വസിക്കുവാൻ ഗതിയില്ലാത്ത ഗതി ഞാൻ, ഇണയില്ല കൂറും പ്രാവ് പോലെ രാപ്പകൽ ഞരങ്ങുന്നു സൂര്യലോകെ ചേരുവാൻ നാഥാ, ഞരങ്ങുന്നു സൂര്യലോകെ ചേരുവാൻ. എന്റെ മണവാളനെ എന്നിൽ കനിഞ്ഞവനെ, വരവിനു താമസ വരവിനു താമസേറയോ. ഓ എന്റെ മണവാളനെ എന്നിൽ കനിഞ്ഞവനെ, നിന്റെ വരവിനു താമസേറയാകുമോ, വരവിനു താമസേറയോ. മകത്വത്തിൻ പ്രഭുവാനിൻ വെളിച്ചത്തിൻ പ്രഭയാൽ ഞാൻ ജ്വലിച്ചെങ്ങും ഇരുളല്ല നീക്കിമേവുവാൻ, വെളിച്ചത്തിൻ സൂതനായി കാക്കണേ എന്നെ, വെളിച്ചത്തിൻ സൂതനായി കാക്കണേ. എന്റെ മണവാളനെ എന്നിൽ കനിഞ്ഞവനെ, നിന്റെ വരവിനു താമസേറയാകുമോ, വരവിനു താമസേറയോ. എന്റെ മണവാളനെ എന്നിൽ കനിഞ്ഞവനെ, നിന്റെ വരവിനു താമസേറയാകുമോ, വര. അതെ, അവരെന്നെ വളഞ്ഞു. ഓളിയം കുറയ്ക്കാൻ വേണ്ട, കൂട്ടുകയും വേണ്ട. ആഞ്ഞു പറയുമ്പോൾ ഞാൻ പുറകോട്ട് മാറും. പതുക്കെ പറയുമ്പോൾ അകത്തോണ്ട് ഞാൻ എടുക്കും. അപ്പൊ ശ്രദ്ധിക്കുക, ഇവര് വളയാൻ, ഇവരെല്ലാം കൂടെ ചേർന്ന് വളഞ്ഞു. അത് പോരാഞ്ഞിട്ട് ഇവര് ജാതികളെയും കൂട്ടിട്ട് വളയ്ക്കുക. എന്താ, ഇവര് ചേർന്ന് വളഞ്ഞു. എന്നാൽ അല്ലാതെ നിങ്ങൾ തന്നെ അങ്ങ് വളഞ്ഞേച്ചു പോ. അല്ലല്ല, ഇത് ഞങ്ങൾ വെളിയിൽ കൊടുക്കും. വെളിയിൽ കൊടുത്തേച്ച് അവരോടൊന്ന് വളയണം. എടാ, നിങ്ങൾ 5-6 പേരങ്ങ് വളഞ്ഞാൽ പോരെ. അങ്ങനൊന്നും അല്ല. ഇവനെ ഞങ്ങൾ ജാതികളുടെ കയ്യിൽ കൊടുക്കും. അവരെല്ലാം കൂടെ ചേർന്ന് വളയാണ്. വളഞ്ഞല്ലോ, ഫോൺ കോൾ കേട്ടല്ലോ. സ്തോത്രം. വന്നവൻ കയറി വളയുക. അല്ല, വളയുകയും ചെയ്യുക, ഇവനെല്ലാം അങ്ങ് വിളയുക.
ഞാൻ വേറൊരു ഭാഗത്തോട്ട് വരണം, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് അധികം നിൽക്കുന്നില്ല. 12-ാം വാക്യത്തിന്റെ പ്രാരംഭം. അവർ തേനീച്ച പോലെ എന്നെ ഈയടാ. പേർഷ്യയിലിരുന്നൊരുത്തൻ വളയുന്നു, കൊല്ലം സൈഡിൽ കിടന്ന് വളയുന്നു, റാന്നി ഏരിയയായി കിടന്ന് വളയുന്നു, പുതുപ്പള്ളി ഏരിയയായി കിടന്ന് വേറൊരുത്തൻ വളയുന്നു, കൊമരകം സൈഡിൽ കിടന്ന് വളയുന്നു, കോടുകുളഞ്ഞി സൈഡിൽ കിടന്ന് വളയുന്നു. ഇപ്പൊ അത്രോ പറയുന്നുള്ളൂ. ഓതറ സൈഡിലിട്ട് വളയ്ക്കാൻ നോക്കി, നടന്നില്ല. സ്തോത്രം, സ്തോത്രം. തേനീച്ച പോലാ വന്ന് വളയുന്നേ. ഈ ഞങ്ങളെ രണ്ടിനെയും കൂടെ അടി കുടിക്കാൻ നോക്കുക, നിന്റെ ആ ഐസ് നടക്കത്തില്ല. ഇപ്പുള്ളി അടിച്ചു പോകുന്നല്ലാതെ ഞാൻ ഇപ്പുള്ളിയെ കയറി അടിക്കുകയല്ല. നിന്റെ വല്യപ്പം നോക്കിയാൽ നടക്കുകയല്ല. കൊടുകൈ അവിടെ കർത്താവിന്റെ കാകളുവനി വരെ കൂടെ കാണണം. സ്തോത്രം. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഒരുമേ തിരുവായി മൊഴിഞ്ഞവൻ അരുളിയപ്പോൾ വചനം നിറവേറ്റാൻ വന്നു സഭയെ ചേർക്കുവാൻ, വേഗമാക്കി മയിലെടുപ്പാൻ കൊണ്ടുപിരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. കൊണ്ടുപിരുന്നു ശാലയിൽ പോയി ചേർത്ത് സ്വർഗീയ നാടെന്നു കാണാ എന്റെ വീട്ടിലെന്ന്. സ്വർഗീയ നാടെന്നു കാണാ യെരൂശലേമഹിമ നിറഞ്ഞു ഇറങ്ങി വരുന്ന സമയമോ. യെരൂശലേമഹിമ നിറഞ്ഞു ഇറങ്ങി വരുന്ന സമയം ഓർക്കുമ്പോൾ സ്നേഹം വർദ്ധിച്ചിടുന്നേ, പ്രത്യാശ ഏറി വരുന്നേ. സ്നേഹം വർദ്ധിച്ചിടുന്നേ, പ്രത്യാശ ഏറി വരുന്നേ. വരുമേ തിരുവായി മടിഞ്ഞവൻ അരുളിയപ്പോ വചനം നിറവേറ്റാൻ വന്നു സഭയെ ചേർക്കുവാൻ, വേഗം മഹിമയിലെടുപ്പാൻ കൊണ്ടുപിരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. കൊണ്ടുപിരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. കൊണ്ടുപിരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തി. കൊണ്ടുപിരുന്നു ശാലയിൽ പോയി ചേർത്ത് കരമുയർത്ത് ദൈവത്തെ സ്തുതിക്കാം. തേനീച്ച പോലെ വളയുക. അപ്പൊ ഈ അവരും ഇവരും ലവനും, കൊട്ടാരക്കര ഭാഷ പറയുമ്പോൾ ലവനും കുശനുമല്ല, അത് രാമായണത്തിലെ. അവനും ലവനും എല്ലാം കൂടെ അങ്ങോട്ട് വളഞ്ഞ്. അപ്പൊ ഓർത്തത്, എടാ കൈക്ക് തീർന്ന്, കൈക്ക് തീർന്നു. ബുധനാഴ്ച 8:30 അടക്കം. ബുധനാഴ്ച, ശനിയാഴ്ച അല്ലേ മരിച്ചേ. അപ്പൊ ഇവര് തന്നെ മെസ്സേജ് വിട്ടു, ബുധനാഴ്ച രാവിലെ കൊണ്ടുവരും, അധിക നേരം വെച്ചോണ്ട് ഇരിക്കുകയല്ല, ഒരു 1:30 മിക്കാറും. അന്നേരം ദാവീദ് പറഞ്ഞത് 17. അങ്ങനെയാന്ന് വായിക്കുന്നത്, നന്നായിട്ട് വായിക്കും. ഞാൻ മരിക്കയില്ല, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികൾ വർണ്ണിക്കും.
മരിക്കത്തില്ല, മരിക്കത്തില്ല, മരിക്കത്തില്ല. കൊല്ലാൻ ഒക്കത്തില്ല, തകർക്കാൻ ഒക്കത്തില്ല, അച്ചുടയ്ക്കാൻ ഒക്കത്തില്ല. ഓ ജീസസ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. മരിക്കത്തില്ല, മരിക്കത്തില്ല, മരിക്കത്തില്ല. അംശ ജാല വൈഡ രഗജ ധൂര ശബ്ദല ദല ധിരി 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 ഇരവല ബല 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 ഛൈഡ ബല ബല ഓറി. ഞാൻ മരിക്കത്തില്ല. പിന്നെയോ ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. അതികളൊടിച്ചെന്നെ കാക്കുന്നവൻ പക്ഷനാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. അതികളൊടിച്ചെന്നെ കാക്കുന്നവൻ പക്ഷനാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. നീതി വഴിയിലെന്നെ നടത്തിക്കൊണ്ടു വരുന്നവൻ. ജീവനായകനെ മനുവേലേ ജീവനായകനെ മനുവേലേ ജീവനായകനെ. അപ്പൊ ശ്രദ്ധിക്കുക, ചത്തുപോയി അടക്കാം എന്നൊക്കെ ആ ചിന്തിച്ചത്. അന്നേരം ദാവീദ് വിശ്വാസത്തോടെ പറഞ്ഞ് മരിക്കുകയല്ല. അതിന് കാരണം ദാവീദ് പിന്നീട് പറഞ്ഞുകൊണ്ട് അവൻ എന്നെ മരണത്തിന് ഇതുവരെ ഏൽപ്പിച്ചിട്ടില്ല. 18-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗം വായിച്ചേ. എന്നാലും അവൻ എന്നെ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല. അതാ മരിക്കുകയല്ലെന്ന് പറഞ്ഞത്. കഠിനമായിട്ട് ശിക്ഷിച്ചു, എനിക്ക് ഒരു ശിക്ഷ കിട്ടി, അത് നല്ലതാ. പക്ഷേ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല. ദൈവത്തിന് മഹത്വം. അല്ല, ഇത് കഴിയുമ്പോഴോ 19-ാം വാക്യം, നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരും. അതാ വാതിൽ തുറക്കാൻ പോവാ, വാതിൽ തുറക്കാൻ പോവാ. സ്തോത്രം. എനിക്കല്പമേ ശക്തിയുള്ളൂ. ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം സർവശക്തനാണ്. നീതിയുടെ വാതിലുകൾ എനിക്കായി തുറന്നു തരുവീൻ. തുറന്നേച്ചാ വാതിൽ തുറന്നിട്ടേച്ച് ഞാൻ പുറകോട്ട് പോകുന്നില്ല, ഞാൻ അവയിൽ കൂടി കടക്കുമെന്നാ. ഞാൻ അവയിൽ കൂടി കടന്ന് അതാ വാതിൽ തുറന്ന് കണ്ടേച്ചെന്നാ ഞാൻ പുറകോട്ട് പോകാനും പറഞ്ഞു പോകല്ല, നേരെ വാതിൽ കൂടെ കയറി. സ്തോത്രം. ദൈവം തുറന്നാൽ ആരും അടയ്ക്കത്തില്ല, ദൈവം അടച്ചാൽ ആരും തുറക്കത്തില്ല. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ ഇരുന്ന് ഈ സങ്കീർത്തനത്തിൽ തന്നെ ഇന്ന് അന്തിയോളം പറയും. അതുകൊണ്ട് ആ ഭാഗം അങ്ങ് വിടുക. നമ്മൾ വായിച്ച കുറുവാക്യം ഇത് യഹോവയാൽ സംഭവിച്ചു. ഏത്? ഇതെല്ലാം എന്തുവാ? എല്ലാം എന്തുവാ? എല്ലാം യഹോവയാൽ സംഭവിച്ചു. അപ്പുള്ളി അതിനൊട്ടൊരു ഞെക്ക് ഞെക്കാനും ഇപ്പുള്ളി എടുത്തത് ഇങ്ങോട്ടിടാനും അപ്പുള്ളി ഉടനെ കയറി വേറെ ഇടാനും ഇതെല്ലാം യഹോവയാൽ സംഭവിച്ചു. അന്നേരം വേറൊരു പുള്ളിയുടെ ഏതാണ്ട് ഉണ്ടെന്ന് പറഞ്ഞു, അതും ദൈവത്താൽ സംഭവിച്ചു. അപ്പൊ അപ്പുള്ളി പറഞ്ഞ് ഇപ്പൊ ഇടും. ഈ പണ്ടേ ഒരു ഭാര്യയും ഭർത്താവും ജീവിക്കുക. അയാൾ മന്ദകാലിനാണ്, വലിയ മന്തുള്ള കാലിന് വലിയ മന്ദ. ഇപ്പം മന്ത് രോഗം അധികം ഇല്ല. മന്ത് രോഗം